നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുദ്ധനീക്കങ്ങളെല്ലാം തന്നെ അതീവ രഹസ്യമായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട പല മേഖലകളിലേക്കും യുദ്ധം നടത്തുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ എല്ലാ രീതിയിലുള്ള രഹസ്യാന്വേഷണ വിഭാഗവും കരുതലോടെയായിരിക്കും നീങ്ങുക. യാതൊരു തരത്തിലും അല്പം പോലും രഹസ്യങ്ങൾ ചോർന്നു പോകാത്ത തരത്തിലായിരിക്കും യുദ്ധനീക്കങ്ങളെല്ലാം തന്നെ നടത്തുക. ഇപ്പോൾ പശ്ചിമേഷ്യയിലാണെങ്കിൽ യുദ്ധം കടുക്കുകയാണ്, വീണ്ടും സംഘർഷഭരിതമാവുകയാണ് അവിടുത്തെ നിലവിലെ സാഹചര്യം. ഈ ഒരു അവസ്ഥയിൽ US-ഉം ഇപ്പോൾ ഇസ്രായേലിനൊപ്പം ചേർന്ന് ഹൂത്തികൾക്ക് നേരെ വലിയ രീതിയിൽ അറ്റാക്ക് നടത്തുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നത് എത്രയും വേഗത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തുമെന്നായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലും വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ചതോടുകൂടി തന്നെ ഗാസയിലും ലെബനനും കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണ പരമ്പര അഴിച്ചുവിട്ടിരിക്കുകയാണ്. മാത്രമല്ല, ചെങ്കടലിൽ ഹൂത്തികളും കപ്പലുകൾക്ക് നേരെ അറ്റാക്ക് തുടരുന്നതോടുകൂടി തന്നെ ഹൂത്തികളെ ഇല്ലാതാക്കേണ്ട ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം അമേരിക്കയുടെ പതാകയുള്ള കപ്പലുകൾക്ക് നേരെയും ഹൂത്തികൾ വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിടുന്നത് തന്നെയാണ് ഇപ്പോൾ ചെങ്കടലിൽ ഹൂത്തികൾക്ക് നേരെ അമേരിക്ക വലിയ തോതിൽ ആക്രമണം നടത്തുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇതിനിടെ ഇപ്പോൾ US ഉന്നത ഉദ്യോഗസ്ഥരുടെ ചാറ്റ് ഗ്രൂപ്പിൽ മാധ്യമ പ്രവർത്തകനെ അബദ്ധത്തിൽ ചേർത്തിരുന്നു. യമനിലെ ഹൂത്തികളുടെ താവളങ്ങൾ ആക്രമിക്കുന്നതിന്റെ വിശദമായ പദ്ധതികൾ ചർച്ച ചെയ്യാനുള്ള സിഗ്നൽ ആപ്പിലെ ഗ്രൂപ്പിലാണ് ദി അറ്റ്ലാന്റിക് മാഗസിൻ എഡിറ്റർ ഇൻ ചീഫ് ജെഫറി ഗോൾഡ്ബർഗിനെ അബദ്ധത്തിൽ ചേർത്തത്. അതിപ്പോൾ പണിയായതും US-ന് തന്നെയാണ്. കാരണം 3500 വാക്കുള്ള ലേഖനത്തിലൂടെ ജെഫറി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. മൈക്കൽ വാൾട്സ് എന്നൊരാളിൽ നിന്നാണ് തനിക്ക് ചാറ്റ് ഗ്രൂപ്പിലേക്കുള്ള ക്ഷണം ലഭിച്ചതെന്ന് ജെഫറി പറയുന്നു. ഇത് വ്യാജമാണെന്നാണ് താൻ ആദ്യം കരുതിയത്. എന്നാൽ ഇത് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മൈക്കൽ വാൾട്സ് തന്നെയാണെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. ഹൂത്തികളെ ആക്രമിക്കുന്നതിനുള്ള വിശദമായ പദ്ധതി ഹൂത്തി PC സ്മോൾ ഗ്രൂപ്പ് എന്ന പേരുള്ള ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നത് കണ്ടതോടെയാണ് ഇക്കാര്യം മനസ്സിലായതെന്നും ജെഫറി പറഞ്ഞു. US-ന്റെ യമൻ ആക്രമണ പദ്ധതിയുടെ വിശദാംശങ്ങൾ ജെഫറി പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും യമനിൽ ആക്രമണം നടത്തേണ്ട ഇടങ്ങൾ, ഏതെല്ലാം ആയുധങ്ങളാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ വിവരങ്ങൾ തനിക്ക് ലഭിച്ചുവെന്നാണ് ജെഫറി തന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇപ്പോൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഒരു രാജ്യത്തേക്ക് അറ്റാക്ക് നടത്താൻ പോകുന്നു, അതിനു മുൻപ് ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കണം, ഏതൊക്കെ ഇടങ്ങളിൽ അറ്റാക്ക് നടത്തണം, എപ്പോൾ അറ്റാക്ക് നടത്തണം തുടങ്ങിയിട്ടുള്ള വിശദമായ വിവരങ്ങൾ ചാറ്റ് ചെയ്യുന്നതിനുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു ഗ്രൂപ്പാണത്. അവിടെയാണ് ഒരു മാധ്യമ പ്രവർത്തകനെയും കൂടി ചേർത്തതും. മാത്രമല്ല, ആ വിവരങ്ങളെല്ലാം തന്നെ ചോർന്നു പോകുന്നതും. മാർച്ച് 15-ന് US യമനിൽ ആക്രമണം നടത്തുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഗ്രൂപ്പ് ചാറ്റിൽ പങ്കിട്ടിരുന്നു. മാർച്ച് 15-ന് കിഴക്കൻ സമയം ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് യമനിലുടനീളം ഹൂത്തി കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബാക്രമണം നടത്തിയിരുന്നു. എന്നിരുന്നാലും ആദ്യ ബോംബുകൾ പൊട്ടിത്തെറിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് ആക്രമണം വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് രാവിലെ 11:44-ന് എനിക്ക് യുദ്ധ പദ്ധതി സന്ദേശം അയച്ചിരുന്നതിനാലാണ് എനിക്കിത് അറിയാനുള്ള കാരണം. ആയുധ പാക്കേജുകൾ, ലക്ഷ്യങ്ങൾ, സമയം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാണ് ഈ ഒരു പുറത്തുവിട്ടിട്ടുള്ള മാസികയുടെ ആദ്യ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് JD വാൻസ്, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, CIA ഡയറക്ടർ ജോൺ റാറ്റ്ക്ലിഫ്, നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡ്, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസറ്റ്, വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ്, മുതിർന്ന ദേശീയ സുരക്ഷാ കൗൺസിൽ ഉദ്യോഗസ്ഥൻ എന്നിവരുടെ അക്കൗണ്ടുകളും ചാറ്റ് ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നതായി ഗോൾഡ്ബർഗ് പറഞ്ഞു. ഇതിനുശേഷം മണിക്കൂറുകൾക്കകമാണ് യമനിൽ ആക്രമണം നടന്നത്. ഇസ്രായേലിനാൽ ആക്രമിക്കപ്പെടുന്ന പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തികൾ ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ ആരംഭിച്ചിരുന്നു. ഇതിനെതിരെയാണ് US യമനിൽ ആക്രമണം നടത്തുന്നത്. ആക്രമണത്തിനോടുള്ള എതിർപ്പ് വൈസ് പ്രസിഡന്റ് JD വാൻസ് ഗ്രൂപ്പിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വാൻസ് വിമർശിക്കുകയും ചെയ്തുവെന്ന് ജെഫറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഏതായാലും ഇത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ച ആരുടെ ഭാഗത്താണ് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ്. ഗ്രൂപ്പ് ചാറ്റിലെ പല വിവരങ്ങളും താൻ പുറത്തുവിടുന്നില്ല എന്ന റിപ്പോർട്ടിൽ ജെഫറി വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അത് രാജ്യസുരക്ഷയെ അടക്കം ബാധിക്കുന്ന കാര്യമായതിനാലാണ്.
പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഉൾപ്പെടെയുള്ളവർ ഗ്രൂപ്പ് ചാറ്റിലുണ്ടായിരുന്നു. തന്നെ ഗ്രൂപ്പിൽ ചേർത്തതുപോലുള്ള സുരക്ഷാ വീഴ്ച താൻ ഇതുവരെ കണ്ടിട്ടില്ല. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സിഗ്നൽ ആപ്പിൽ ആശയവിനിമയം നടത്താറുണ്ട്. എന്നാൽ അത് യോഗങ്ങൾ ആസൂത്രണം ചെയ്യാനും മറ്റുമാണ്. ഇതുപോലെ സൈനിക നടപടിയെക്കുറിച്ചുള്ള അതീവ രഹസ്യമായ വിവരങ്ങൾ ഇത്ര വിശദമായി ചർച്ച ചെയ്യാനല്ല. ഒരു മാധ്യമ പ്രവർത്തകനെ ഇത്തരം ചർച്ചയിലേക്ക് ക്ഷണിച്ച സംഭവം ഇതുവരെ കേട്ടിട്ടില്ലെന്നും ജെഫ്രി പറയുന്നുണ്ട്. താൻ സ്വയം ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തുപോയെന്നും ജെഫ്രി വ്യക്തമാക്കി. താൻ പുറത്തുപോയ വിവരം ഗ്രൂപ്പുണ്ടാക്കിയ മൈക്കിൾ വാൾട്സിന് നോട്ടിഫിക്കേഷനായി ലഭിക്കുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. താൻ ആ ഗ്രൂപ്പിൽ അത്രയും സമയം ഉണ്ടായിരുന്നതായി ഒരാൾ പോലും ശ്രദ്ധിച്ചില്ലെന്നും താൻ ആരാണെന്നോ എന്താണോ പുറത്തുപോയതെന്നും ചോദിച്ചില്ല എന്നും അദ്ദേഹം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഗ്രൂപ്പിൽ അത്രയും നേരം ആ ഒരു പുറത്തു നിന്നുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ട് എന്നുള്ള കാര്യം അതിലുള്ള മറ്റുള്ള ഉന്നത ഉദ്യോഗസ്ഥരൊന്നും തന്നെ അറിഞ്ഞില്ല. പിന്നീട് ഈ ഗ്രൂപ്പിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോയതിനു ശേഷമാണ് അറിയുന്നത്. അതേസമയം മാധ്യമ പ്രവർത്തകനെ ആക്രമണ വിവരങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പിൽ ചേർത്തതിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും വലിയ ഗുരുതര വീഴ്ച ഉണ്ടായിട്ടും അതൊന്നും അമേരിക്കൻ പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല, അത് പറയുന്നതുമില്ല. അറ്റ്ലാന്റിക് റിപ്പോർട്ടിനെ കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ട്രംപ്. അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഞാൻ ദി അറ്റ്ലാന്റിക്കിന്റെ ആരാധകനല്ല. എന്നെ സംബന്ധിച്ച് അത് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു മാഗസീനാണ്. അവർക്ക് എന്ത് കിട്ടിയെന്നാണ് നിങ്ങൾ പറയുന്നത്, ട്രംപ് പറഞ്ഞു. വിഷയത്തിൽ ട്രംപിന്റെ വക്താവ് കരോലിൻ ലീവിറ്റ് പിന്നീട് പ്രസ്താവന ഇറക്കി. ട്രംപിന് മൈക്കിൾ വാൾട്സ് ഉൾപ്പെടെയുള്ള തന്റെ ദേശീയ സുരക്ഷാ സംഘത്തെക്കുറിച്ച് വലിയ ആത്മവിശ്വാസമുണ്ടെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് യമനിൽ ഹൂത്തി വിമതരെ ലക്ഷ്യമിട്ട് US-ന്റെ കനത്ത വ്യോമാക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത്. യമൻ തലസ്ഥാനമായ സനയിലും പരിസര പ്രദേശങ്ങളിലുമാണ് US ആക്രമണം നടത്തുന്നത്. വ്യോമാക്രമണത്തിൽ ഒരു മുതിർന്ന ഹൂത്തി നേതാവ് കൊല്ലപ്പെട്ടതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സമുദ്ര വ്യാപാരത്തിൽ നിർണായകമായ ചെങ്കടലിൽ ഹൂത്തി ആക്രമണം വർദ്ധിച്ചതോടെയാണ് US സനയിൽ വ്യോമാക്രമണം ഘടിപ്പിച്ചത്. സനയിൽ രാത്രി മുഴുവൻ നടന്ന ആക്രമണത്തിൽ 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസയിൽ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ച ആക്രമണം ഘടിപ്പിച്ചതോടെ ചെങ്കടലിലൂടെ വരുന്ന കപ്പലുകളെ ഹൂത്തികൾ ലക്ഷ്യം വെക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതോടെയാണ് ഇറാൻ പിന്തുണയുള്ള സായുധ സംഘത്തിനെ ലക്ഷ്യമിട്ട് സനയിൽ US ആക്രമണം ഘടിപ്പിച്ചത്. ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള മാരിബ് പ്രവിശ്യ, ചെങ്കടൽ തുറമുഖ നഗരമായ ഹൊദൈദ, സാദ നഗരം എന്നിവിടങ്ങളിലും US വ്യോമാക്രമണം നടത്തുന്നുണ്ട്. ഹൂത്തി ഭീഷണി കാരണം US കപ്പലുകൾ സൂയസ് കനാൽ ഒഴിവാക്കാൻ നിർബന്ധിതരാകുന്നു എന്നും US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സ് ഞായറാഴ്ച പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹൂത്തികൾ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ IDF വിജയകരമായി തകർത്തിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ആരംഭിച്ച US വ്യോമാക്രമണത്തിൽ യമനിൽ 79 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിന് തിരിച്ചടിയായി വിമാനവാഹിനി കപ്പൽ USS ഹാരി എസ് ട്രൂമാനെ ആക്രമിച്ചതായി ഹൂത്തി വിമതരും തിങ്കളാഴ്ച അറിയിച്ചിട്ടുണ്ട്. വടക്കൻ ചെങ്കടലിൽ ഞായർ രാത്രിയും തിങ്കൾ പുലർച്ചെയും 2 തവണയാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ടത്. ഹാരി ട്രൂമാനും അകമ്പടി യുദ്ധക്കപ്പലുകൾക്ക് നേരെ 18 മിസൈലുകൾ ഒരു ഡ്രോണും തൊടുത്തുവിട്ട് തിരിച്ചടിച്ചതായി ഹൂത്തി വക്താവ് യഹ്യ സാരി പറഞ്ഞിട്ടുണ്ട്. മണിക്കൂറുകൾക്ക് ശേഷം രണ്ടാമത്തെ ആക്രമണവും നടത്തി. തിരിച്ചടിയെ തുടർന്ന് ശത്രു യുദ്ധ വിമാനങ്ങൾ ലക്ഷ്യം കൈവരിക്കാതെ ഉത്ഭവസ്ഥാനത്തേക്ക് മടങ്ങാൻ നിർബന്ധിതരായതായി സാരി പറഞ്ഞു. യമനെതിരെ തുടരുന്ന അമേരിക്കൻ ആക്രമണത്തിലുള്ള പ്രതികാരമായാണ് ആക്രമണമെന്ന് ഹൂത്തി വക്താവ് പറഞ്ഞു വെക്കുന്നുണ്ട്.